വെൽക്കം ടു എജിസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ്. എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 24.41 പ്ലസ് 21.09 പ്ലസ് 0.50 പ്ലസ് 4 ഇത് എത്രയാണ്? ഇതിന്റെ തുക എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അതിന്റെ അഡിഷൻ ചെയ്യാൻ പറ്റുക നോക്കാം അല്ലെ. 24.41 പ്ലസ് 21.09 എന്ന് പറയുമ്പം ഡെസിമലിന്റെ മുന്നേ ഉള്ളത് അതുപോലെ തന്നെ എഴുതാം. ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളത് ഡെസിമലിന് ശേഷവും കൊടുക്കാം കേട്ടോ. അപ്പൊ 21.09 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 21.09. അടുത്തത് ഏതാണ്? 0.50 അല്ലെ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? 50. ഓക്കെ, പോയിന്റിന്റെ മുന്നേ ആണ് ആര് വരുന്നത്? 0. ഓക്കെ, അടുത്തത് ഏതാണ്? 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഡെസിമലിന്റെ മുന്നേ ഉള്ള പാർട്ടാണ് അല്ലെ. അപ്പൊ 4 ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയാലോ, 1 കൂട്ടണം 9 എത്രയാണ്? 10. ഓക്കെ, ശിഷ്ടം 1. 4 കൂട്ടണം 5 9. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10. ഓക്കെ, പോയിന്റ്. അപ്പൊ 10ല് 1 ബാക്കി ഉണ്ടാവും അല്ലെ. 0 നമ്മൾ എഴുതിയാൽ 1 ശിഷ്ടം വരും അല്ലെ. പിന്നെ 4 കൂട്ടണം 1 എന്ന് പറയുന്നത് 5. 5 കൂട്ടണം 4 9. 9ന്റെ കൂടെ ഈ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 അല്ലെ. 10 ശിഷ്ടം 1. അപ്പൊ 2 കൂട്ടണം 2 4. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 5. അപ്പൊ നമ്മളുടെ ആൻസർ എത്രയാ വരുന്നത്? 50 അല്ലെ. ഓപ്ഷൻ എ. ക്ലിയർ? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്? 0. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത്? 0.7 പ്ലസ് 0.77 പ്ലസ് 0.777 പ്ലസ് 0.7777. ഓക്കെ, ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഇവരെ എഴുതാണ് കേട്ടോ. 0.7777 പ്ലസ് അടുത്ത ആള് 0.777. ഓക്കെ, അടുത്ത ആളെ കൊടുക്കാം 0.77. അതിന്റെ അടുത്ത ആൾ ഏതാണ്? 0.7. ഇവരെല്ലാം കൂടെ ആഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ 7 എഴുതി. ക്ലിയർ? അടുത്തത് 7ഉം 7ഉം എത്രയാണ് കിട്ടുന്നത്? 14 അല്ലെ. 4 എഴുതി, 1 ഇവിടെ എഴുതി. ഇനി എത്രയാ വരുന്നത്? 3 7 എത്രയാ വരുന്നത്? 21. 21ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 22. അപ്പൊ 2 ഇവിടെ എഴുതാൻ 2 കൊടുത്തു. ഓക്കെ, പിന്നെ എത്രയാണ്? 4 7 എന്ന് പറയുന്നത് 28 ആണ്. 28ന്റെ കൂടെ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരുന്നത്? 30. ഓക്കെ, അതിൽ 0 കൊടുത്തു, 3 നമ്മൾ ഇവിടെ കൊടുക്കാണ്. 3 കൂട്ടണം 0 0 0 0. അതായത് ആൻസർ ഏതാ വരിക? 3 അല്ലെ. 3 പോയിന്റ് ഏതാ വരുന്നത്? 3.0247. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 3.02. ബാക്കി ഇവിടെ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ അത് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള വാല്യൂസ് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ളത് തുക കണ്ടുപിടിക്കാനാണ്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അതിന്റെ സബ്സ്ട്രാക്ഷൻ ആണ്. അവ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ഉള്ളത്. ക്ലിയർ? 7. ഇതെങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്ന അതേപോലെ തന്നെ ഡെസിമൽ വാല്യൂസ് മാത്രം നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? 27.5 മൈനസ് അടുത്തത് ഏതാ? 18.7 അല്ലെ. 18.7. ഇങ്ങനെ വരുമ്പം 5ന്ന് 7 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറക്കാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ആളിന്ന് കട എടുക്കും. അപ്പൊ ഇയാള് 15 ആയി. 15ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 8. ഓക്കെ, 8. ഇനി ഇവിടെ പോയിന്റ് കൊടുക്കാം, കാരണം ഇത് കഴിഞ്ഞിട്ട് എന്താണ് വരുന്നത്? ഡെസിമൽ ആണല്ലേ. അപ്പൊ പോയിന്റ് കൊടുത്തു. ഇനി 27ന്ന് 1 കട എടുത്തതാ നമ്മള്. അങ്ങനെയാണ് അത് 5 എന്നുള്ളത് 15 ആയത്. അപ്പൊ ഈ 27 1 പോയി കഴിഞ്ഞാൽ എത്രയാവും? 26 ആവും. ആ 26ന്ന് 18 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 8 ആണ് അല്ലെ. അപ്പൊ അത് കൊടുക്കാം 8.8. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 8.8. നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? 18.793. ഈ സംഖ്യയോട് ഏത് സംഖ്യ കൂട്ടിയാൽ 40 കിട്ടും എന്നതാണ് ചോദിച്ചത്. അതായത് 18.793 ഈ സംഖ്യയോട് എത്രയോ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. ഇത് ഇവിടെ പറയുന്നത് എന്താണ്? 18.793 പ്ലസ് ഏതോ ഒരു സംഖ്യ അല്ലെ. അതായത് എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന പറയുന്നത്? 40 കിട്ടുന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സംഖ്യ എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സിനെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോവാം അല്ലെ. അതായത് 40ൽ നിന്ന് ആരെ മൈനസ് ചെയ്യാന്നാണ് അർത്ഥം. കാരണം ഇവിടെ പ്ലസ് ആയിരുന്നു ഈ 18.793. അത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അതായത് 40നോട് പിന്നെ നമ്മൾ ആരെ കുറയ്ക്കുക? 18.793 കുറയ്ക്കുക. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ത് തന്നെയാണ്? അതിന്റെ വ്യത്യാസമാണ്. ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ 40 മൈനസ് 18.793. ഓക്കെ, ഇവിടെ 40 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടേക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 0 0 എന്ന് ഇട്ട് കൊടുക്കാം അല്ലെ. ഓക്കെ,
അപ്പൊ ഇവിടുന്ന് 0 നമുക്ക് 3 അല്ലെ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കട എടുക്കുക. അപ്പൊ ഇവിടെ 10 40 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ 0 എന്തായി 10, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അതും 10, പിന്നെ അവിടുന്ന് കട എടുക്കുമ്പോൾ ഇതും 10. ഓക്കെ, അപ്പൊ 10 3 കുറയ്ക്കുന്ന സമയത്ത് എത്ര നമുക്ക് കിട്ടുന്നത്? 10 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു കടം എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 10 എന്നുള്ളത് പിന്നെ എന്തായിട്ട് മാറും? 9 ആയിട്ട് മാറും. ആ 9 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര തന്നെയാണ്? 0. അടുത്തത് എന്താണ്? ഇവിടെ 9 ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ 9 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിനി കിട്ടുന്നത് എത്രയാണ്? 2 ആണ് പോയിന്റ്. ഇനി ഇവിടുന്ന് 40 എന്നാണ് നമ്മൾ അങ്ങോട്ട് കടെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇയാള് എത്രയാവും? 40 എന്നുള്ളത് കുറഞ്ഞിട്ട് 39 ആവും അല്ലെ. 39 18 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 21. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 21.207, അതായത് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഇനി ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം അല്ലെ. 1 പ്ലസ് 0.1 0.01 0.001. ഓക്കെ, അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ 1 വരും, 1.1. ഓപ്ഷൻ ഏതാണ്? 1.111 എന്നാണ് ആൻസർ. അതായത് നമ്മൾ ഏത് ഓപ്ഷനാണ് വരുന്നത്? എ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ദശാംശ സംഖ്യകളുടെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, അതായത് അവരുടെ തുക കാണുന്നതും എങ്ങനെയാണ് അവരുടെ വ്യത്യാസം കാണുന്നതെന്നും മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളായിട്ട് കാണാം. ഓക്കെ.